കാക്കനാട് സംസ്കാര സ്കൂളിൽ നടന്ന CBSE ക്ലസ്റ്റർ 11 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കൊടിയിറങ്ങി. കേരളത്തിലെ 7 ജില്ലകളിൽ നിന്നായി 500-ലധികം കായിക പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മന്ത്രി പി രാജീവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. മുത്തൂറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ നീലകണ്ഠൻ, PC ഡോക്ടർ ചിക്കു എബ്രഹാം, സംസ്കാര സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സ്വാമിനാഥൻ കൃഷ്ണൻ, CBSE ഒബ്സർവർ ആനി ഡേവിഡ്, കോശി തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അണ്ടർ-19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ഭവൻസ് വരുണ വിദ്യാലയവും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളും ചാമ്പ്യന്മാരായി. ഈ വിഭാഗത്തിൽ തൃപ്പൂണിത്തുറ ചോയ്സ്, തിരുവനന്തപുരം കാർമൽ എന്നീ സ്കൂളുകൾ റണ്ണേഴ്സപ്പായി. അണ്ടർ-17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ഗുഡ് ഷെപ്പേർഡ് സ്കൂളും ചാമ്പ്യന്മാരായി. തിരുവനന്തപുരം ഭാരതി വിദ്യാഭവൻ, തൃപ്പൂണിത്തുറ ചിന്മയ എന്നീ സ്കൂളുകൾ റണ്ണേഴ്സപ്പായി. അണ്ടർ-14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴ SDVEM HSS സ്കൂൾ എന്നിവർ ചാമ്പ്യന്മാരായി. കോട്ടയം ലിസെക്സ്, തൃപ്പൂണിത്തുറ ചോയ്സ് എന്നീ സ്കൂളുകൾ ഈ വിഭാഗത്തിൽ റണ്ണറപ്പായി. ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത, 54 സ്കൂളുകൾ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 500ഓളം കുട്ടികളും ഈ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ടുണ്ട്. പിള്ളേരുടെ സ്പോർട്സ് വളർത്തുവാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു സംരംഭമാണ്. അപ്പം ഇങ്ങനൊരു ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വന്നപ്പോൾ ഇത് മുത്തൂറ്റിൻ്റെ സംസ്കാര സ്കൂളിൽ വെച്ച് നടത്താനൊക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് ഒരു വലിയ സന്തോഷമാണ് ഇതിൻ്റെ അകത്ത്. കാരണം ഈ കാലത്ത് കുട്ടികൾക്ക് പഠിത്തം മാത്രം പോരാ, ഇങ്ങനെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലും അവർ പങ്കെടുക്കണം, താല്പര്യം കാണിക്കണം. അതിനുവേണ്ടി സംസ്കാര സ്കൂളിൽ തന്നെ 8 സ്പോർട്സ് ഡിസിപ്ലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ക്രിക്കറ്റ് എന്നിവ എല്ലാത്തിൻ്റെയും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.